കുട്ടികളുണ്ടാകുമ്പോൾ നമ്മൾ അത്ര സന്തോഷവാനായിരിക്കില്ല. അതൊരു സ്ട്രഗ്ലിംഗ് പീരീഡാണ്. എന്നാൽ ഇപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ്. സാപ്പി സ്പെഷ്യൽ കിഡ് അല്ലായിരുന്നുവെങ്കിൽ ഞാൻ ഇതിനു മുമ്പേ ഈ സന്തോഷം അനുഭവിച്ചേനെ എന്ന് സിദ്ദിഖിന്റെ വാക്കുകൾ. കഴിഞ്ഞ ജൂൺ 27-നാണ് നടൻ സിദ്ദിഖിന്റെ മകൻ സാപ്പി എന്ന് വിളിക്കുന്ന റാഷിൻ അന്തരിച്ചത്. ഓട്ടിസം ബാധിതനായിരുന്ന സാപ്പിക്കൊപ്പമുള്ള ചിത്രങ്ങൾ സിദ്ദിഖും സഹോദരൻ ഷഹീനും സോഷ്യൽ മീഡിയയിൽ പങ്കുവയ്ക്കാറുണ്ടായിരുന്നു. ഷഹീന്റെ വിവാഹത്തിൽ നിറസാന്നിധ്യമായിരുന്നു സാപ്പി. 37 വയസ്സ് മാത്രമുള്ള സാപ്പിയുടെ വിയോഗം സിദ്ദിഖിന് താങ്ങാവുന്നതിലും അപ്പുറമായിരുന്നു. പിന്നീട് ഇളയ മകൻ ഷാഹിനും ഭാര്യ അമൃതയ്ക്കും മകൾ ജനിച്ചതോടെയാണ് ആ വിഷമം താൻ മറന്നതെന്നും സിദ്ദിഖ് പറയുന്നു. സാപ്പി നോർമൽ കിഡ് ആയിരുന്നുവെങ്കിൽ താൻ കുറെ കൂടി നേരത്തെ മുത്തച്ഛനായിരുന്നേനെ എന്നും സിദ്ദിഖ് ഒരു യൂട്യൂബ് ചാനൽ നൽകിയ അഭിമുഖത്തിൽ പറയുന്നു. നമ്മൾ അച്ഛനാകുന്നതിനേക്കാൾ കൂടുതൽ സന്തോഷം അപ്പൂപ്പനാകുമ്പോഴാണെന്നും അച്ഛനാകുന്ന സമയത്ത് നമ്മൾ സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കുമെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർത്തു. അപ്പൂപ്പനായ ശേഷം ഒരുപാട് സന്തോഷിച്ചു. എൻ്റെ അടുത്ത് ഒരിക്കൽ ദാസേട്ടൻ ഇക്കാര്യം പറഞ്ഞിട്ടുണ്ട്. നമുക്ക് മക്കളുണ്ടാകുമ്പോൾ അത്ര സന്തോഷം ഉണ്ടാകില്ല. കാരണം നമ്മൾ അപ്പോൾ ഒരു സ്ട്രഗ്ലിംഗ് പീരീഡിലായിരിക്കും. കല്യാണം കഴിഞ്ഞ് കുട്ടികളുണ്ടായി ഇനി ആ കുട്ടിയുടെ കാര്യങ്ങളൊക്കെ നോക്കണം എന്നായിരിക്കും മനസ്സിലുണ്ടാകുക. എന്നാൽ അപ്പൂപ്പനായിരിക്കുമ്പോൾ നമ്മൾ സ്ട്രഗ്ലിംഗ് ഒക്കെ കഴിഞ്ഞിട്ടുണ്ടാകും. അവരെ ഓമനിക്കാനും താലോലിക്കാനും ഒക്കെ കൂടുതൽ സമയം കിട്ടും. ഞാൻ എൻ്റെ പേരക്കുട്ടിയെ കാണാത്ത ദിവസങ്ങൾ ഒരിക്കലും ഉണ്ടായിട്ടില്ല എന്നും ഇപ്പോൾ വീഡിയോ കോളിലൊക്കെ സൗകര്യമുള്ളത് കൊണ്ട് അവൾ കളിക്കുന്നതും ചിരിക്കുന്നതുമെല്ലാം കാണിച്ചു തരാൻ പറയുമെന്നും ഭയങ്കര സന്തോഷമുള്ള കാര്യമാണെന്നും സിദ്ദിഖ് കൂട്ടിച്ചേർക്കുന്നു. ഏറ്റവും വിഷമമുള്ള കാര്യം എന്താണെന്നാൽ എൻ്റെ മൂത്ത മകൻ 37-ാം വയസ്സിൽ മരിച്ചു. അവൻ സ്പെഷ്യൽ കിഡ് ആയിരുന്നു. ഓട്ടിസം ആയിരുന്നു. അവനൊരു നോർമൽ കിഡ് ആയിരുന്നുവെങ്കിൽ ഞാൻ കുറെ കൂടി നേരത്തെ അപ്പൂപ്പനാകുമായിരുന്നു. എനിക്ക് 65 വയസ്സായി. ഇപ്പോഴാണ് അപ്പൂപ്പനാകാനുള്ള യോഗമുണ്ടായത്. മോൻ മരിച്ച വിഷമം കുറെയെല്ലാം മറക്കുന്നത് പേരക്കുട്ടി ഉണ്ടായതോടെയാണ്. ജൂൺ 27-നാണ് മോൻ മരിക്കുന്നത്. ജൂലൈ 10-ാം തീയതി മോൾ ജനിക്കുന്നു. അത്രയും ദിവസത്തെ വ്യത്യാസമേ ഉള്ളൂ എന്നും സിദ്ദിഖ് അഭിമുഖത്തിൽ കൂട്ടിച്ചേർത്തു.